സിസ്റ്റമിക് എറർ, സിസ്റ്റം തകരാറിലാണെന്നാണ് പറയുന്നത്. ഈ സിസ്റ്റം നേരെയാക്കുക, അതിനെ ശക്തിപ്പെടുത്തുക, ഇത് മാത്രമേ ഉള്ളൂ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു സർക്കാർ തലത്തിൽ ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. മന്ത്രി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനെ കുഴപ്പമില്ലാതെ ഓടിക്കുന്ന വ്യക്തിയാണ് പ്രാഥമികമായിട്ട്. അതിനുശേഷമാണ് ആ സിസ്റ്റത്തിൽ എങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ ചിന്തിക്കേണ്ടത്. ഇതിൻ്റെ ഉത്തരവാദിത്വമാണ് പ്രാഥമികമായിട്ട് ഭരണത്തിൽ ഒരു മന്ത്രി നിർവഹിക്കേണ്ടത്. ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒറ്റ മന്ത്രിമാർ പോലും കേരളത്തിൽ ഈ ഭരണ സംവിധാനത്തെ ഈ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് യോഗ്യരല്ല എന്നാണ് 10 വർഷം കൊണ്ട് നമുക്ക് തെളിവായിരിക്കുന്നത്. നമസ്കാരം. കോഴിക്കോട് വലിയങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം ഒരു കെട്ടിടത്തിൻ്റെ സ്ലാബ് തകർന്നു വീണ് 4 പേർ മരിക്കുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ മരിച്ചത് മുഴുവൻ തൊഴിലാളികൾ, പരിക്കേറ്റതും തൊഴിലാളികൾ. കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരും തൊഴിലാളികളുടെ സർക്കാർ, തൊഴിലാളി വർഗത്തിൻ്റെ സർക്കാർ എന്നാണ് വെയ്പ്പ്. ഇപ്പോൾ നാം ചാനലുകളിലൂടെ കാണുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിൻ്റെ വളരെ രോഷം കൊണ്ട ഒരു പ്രകടനമാണ്. അദ്ദേഹം പറയുന്നു, ഈ കെട്ടിടം യഥാസമയം പൊളിച്ചു മാറ്റാതിരുന്നതിൻ്റെയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് ഓഫീസുകൾ മാറ്റി സ്ഥാപിക്കാതിരുന്നതിൻ്റെയോ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മളുടെ കണ്ണിൽ, വിശേഷിച്ചും തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഉഡായിപ്പ് പരിപാടിയാണ് ഇപ്പോൾ റിയാസ് കാണിച്ചിരിക്കുന്നത്. റിയാസിനോ അതല്ലെങ്കിൽ ഈ ഗവൺമെന്റിനോ എന്തെങ്കിലും ജനങ്ങളോട്, തൊഴിലാളികളോട് എന്നുള്ളത് പോകട്ടെ, ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഈ കൊലപാതകത്തിൻ്റെ ഇത് തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് നടത്തിയ ഒരു കൊലപാതകമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം അത്രയ്ക്ക് ഗുരുതരമായ ഒരു വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന് ആരുടെയെങ്കിലും പേരിൽ നടപടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതെടുക്കേണ്ടത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ മുകളിലാണ്. നേരിട്ട് MP രാജേഷിൻ്റെ ഉത്തരവാദിത്വമാണ്, അതല്ലെങ്കിൽ ചുമതലയാണ്, ചുമതലയിൽ പെടുന്ന വിഷയം തന്നെയാണ് ഈ വിഷയം. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ 4 പേർ മരിക്കാനിടയായതും ഏതാനും പേർക്ക് പരിക്കേൽക്കാനുമിടയായ സാഹചര്യം. കാരണം വളരെ ശക്തമായ നിയമങ്ങളും അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കാനുള്ള അധികാരവുമുള്ളൊരു വകുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇവിടെ ഉദ്യോഗസ്ഥർ പ്രയോഗിക്കേണ്ടത് ഭരണഘടന പൗരൻ ഉറപ്പാക്കുന്ന ജീവന്റെ രക്ഷ, പ്രാഥമികമായിട്ട് ജീവന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ഭരണഘടനാ ദൗത്യം നിർവഹിക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു. വളരെ നേരത്തെ തന്നെ ഈ കെട്ടിടം 70 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. ഇത് പൊളിച്ചു നീക്കേണ്ടതാണ്, ബലക്ഷയമുണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്ന പാസ്പോർട്ട് ഓഫീസ് അവിടെ നിന്ന് മാറ്റിയത്. സ്വാഭാവികമായിട്ടും ഒരു കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടേക്കുള്ള ആളുകളുടെ സഞ്ചാരം, പ്രവേശം നിർത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. അത് നിറവേറ്റേണ്ടത് കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽപ്പെടുന്നതായതിനാൽ കോർപ്പറേഷന്റെ ചുമതലയാണ്. ഇതെങ്ങനെയാണ് MP രാജേഷിന്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നത് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമെന്ന് പറയുന്നത് ഈ കെട്ടിടം, അതിൻ്റെ ഉടമസ്ഥൻ എന്നത് കോഴിക്കോട് നഗരസഭ അഥവാ കോഴിക്കോട് കോർപ്പറേഷൻ ആണ് എന്നുള്ളതാണ്. മറ്റ് കെട്ടിടങ്ങൾ പോലും, സാധാരണ സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ ആണെങ്കിൽ പോലും ഇത്ര ബലക്ഷയങ്ങളോ, കാരണം ഏത് കെട്ടിടങ്ങളാണെങ്കിലും ഒരു കച്ചവട സ്ഥാപനമോ അല്ലെങ്കിൽ ഓഫീസോ ഒക്കെ ആണെങ്കിലും ജനങ്ങൾ അവിടെ വന്നു പോകുന്ന ഇടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രാഥമിക ഉത്തരവാദിത്വം. അതിൻ്റെ പേരിലാണ് എല്ലാ വർഷവും പുതുക്കേണ്ട ട്രേഡ് ലൈസൻസ് അഥവാ D&O ലൈസൻസ് എന്ന് പറയും. ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ട്രേഡ് ലൈസൻസ് എന്നാണ് പറയുക. അതായത് അവിടെ വരുന്ന മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കുന്ന രീതിയിൽ, അവരുടെ സുരക്ഷയെ ബാധിക്കാതിരിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അതോടൊപ്പം കെട്ടിടത്തിന് ഉറപ്പും ഉണ്ടായിരിക്കണം എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഓരോ വർഷവും ഈ ട്രേഡ് ലൈസൻസ് അവിടുത്തെ ഹെൽത്ത് ഓഫീസർ നേരിട്ട് സ്ഥലം പരിശോധിച്ച് സാങ്ഷൻ ചെയ്യേണ്ടത്. ഇവിടെ സംഭവിച്ചത്, അത് സ്വകാര്യ വ്യക്തികളുടെയാണെങ്കിൽ പോലും ഇത് കോർപ്പറേഷന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള
പ്രോപ്പർട്ടി അല്ലെങ്കിൽ വകയാണ്. അത് മാതൃകാപരമായി എപ്പോഴാണോ അത് ഉപയോഗശൂന്യമായത് അല്ലെങ്കിൽ പൊളിച്ചു മാറ്റേണ്ടതെന്ന് ബോധ്യപ്പെട്ട അവസ്ഥയിൽ തന്നെ അത് പൊളിച്ചു മാറ്റുകയോ അതല്ലെങ്കിൽ അവിടെ സീൽ ചെയ്യുകയോ ചെയ്യേണ്ടതായിരുന്നു. ഇതെന്തുകൊണ്ടാണ് MP രാജേഷിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? ഇവിടെ ഈ CPM-കാർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമരങ്ങൾ നടത്താനും പാർട്ടിയെ വളർത്താനും മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. അവർ ഭരണത്തിൽ കയറി കഴിഞ്ഞാലും അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും മറ്റുള്ളവരിൽ കുറ്റങ്ങൾ കാണുകയും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആരുടെയെങ്കിലും പേരിൽ കൊണ്ട് കുറ്റം സ്ഥാപിക്കുകയും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് അവർക്കെതിരെ നടപടിയെടുത്ത് ഞങ്ങൾ മാതൃകാ പുരുഷന്മാർ അല്ലെങ്കിൽ ഞങ്ങൾ മാതൃകാ സർക്കാർ എന്നൊക്കെയുള്ള രീതിയിൽ സ്വയം അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് CPM എപ്പോഴും എടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് വളരെ ലളിതമാണ്. മന്ത്രി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന് കുഴപ്പമില്ലാതെ ഓടിക്കുന്ന വ്യക്തിയാണ് പ്രാഥമികമായിട്ട്. അതിനുശേഷമാണ് ആ സിസ്റ്റത്തിൽ എങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം, പുതുമകൾ കൂട്ടിച്ചേർക്കാം, പഴയത് എവിടെയെങ്കിലും കേടായ ഭാഗങ്ങളുണ്ടെങ്കിൽ മാറ്റാം എന്നൊക്കെ ചിന്തിക്കേണ്ടത്. ഇതിൻ്റെ ഉത്തരവാദിത്വമാണ് പ്രാഥമികമായിട്ട് ഭരണത്തിൽ ഒരു മന്ത്രി നിർവഹിക്കേണ്ടത്. ഇത് ഒറ്റ മന്ത്രിമാർ പോലും, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒറ്റ മന്ത്രിമാർ പോലും കേരളത്തിൽ ഈ ഭരണ സംവിധാനത്തെ ഈ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് യോഗ്യരല്ല എന്നാണ് 10 വർഷം കൊണ്ട് നമുക്ക് തെളിവായിരിക്കുന്നത്. ഇത് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ആദ്യം പറഞ്ഞത്. സിസ്റ്റമിക് എറർ, സിസ്റ്റം തകരാറിലാണെന്നാണ് പറയുന്നത്. ഈ സിസ്റ്റം നേരെയാക്കുക, അതിനെ ശക്തിപ്പെടുത്തുക, ഇത് മാത്രമേ ഉള്ളൂ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു സർക്കാർ തലത്തിൽ ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്വം നടന്നത്. ആ സിസ്റ്റം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എഫക്റ്റീവായിട്ട് റൺ ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തദ്ദേശ സെക്രട്ടറി അടുത്ത് വിളിച്ചു പറഞ്ഞാൽ മതി, കേരളത്തിൽ പ്രാഥമികമായിട്ട് നമ്മുടെ ഭരണഘടനാ ദൗത്യം എന്ന് പറയുന്നത് പൗരന്റെ ജീവന്റെ രക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് താങ്കളൊരു കാര്യം ചെയ്യൂ, കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉള്ള കെട്ടിടങ്ങളുടെ ബലക്ഷയം നിർണ്ണയിക്കാൻ അതാത് സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തു. പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ, കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തുക. അതേപോലെ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. ഏതെങ്കിലും അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് സീൽ ചെയ്ത് ആൾക്കാരുടെ പ്രവേശനം തടയുക. പൊളിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയുക. അതല്ലെങ്കിൽ ഏത് രീതിയിലാണോ ക്രിയാത്മകമായി ആ സ്ഥലം ഉപയോഗിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ഒരു ചെറിയ മീറ്റിംഗ് കൊണ്ടും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ സ്റ്റാഫുകളെയാണ് നമ്മൾ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിനൊന്ന് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 തൊഴിലാളികളുടെ മരണവും അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ ഈ അവസ്ഥയെ അതിൽ നിന്നും അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇതാണ് ആർക്കെങ്കിലും എതിരെ ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ പേരിലായിരിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഗവൺമെന്റ് ഇതെടുക്കില്ല, പക്ഷേ ജനങ്ങൾ ഇത് തിരിച്ചറിയാൻ ബാധ്യസ്ഥരാണ്.